NCP കേരള ഘടകത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മന്ത്രി A.K. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കണമെന്ന അജിത് പവാർ പക്ഷം നേതാവ് N.A. മുഹമ്മദ് കുട്ടി. അജിത് പവാറിനൊപ്പം നിന്നില്ലെങ്കിൽ അയോഗ്യരാക്കാൻ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും കേരള ഘടകം. അതേസമയം രാജി ആവശ്യം തള്ളി A.K. ശശീന്ദ്രനും രംഗത്തെത്തി. യഥാർത്ഥ NCP ശരത് പവാർ പക്ഷമെന്നും ശശീന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദഗോപൻ എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ദേശീയ തലത്തിൽ NCP പിളർന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പക്ഷം അജിത് പവാർ പക്ഷമാണ് എന്നുള്ള ഒരു വിധിയും അതേപോലെ തന്നെ ചിഹ്നവും പേരും അടക്കം ഉപയോഗിക്കുവാനുള്ള അധികാരം അജിത് പവാറിനാണ് എന്നുള്ള ഒരു വിധിയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സംഘർഷമാണ് ഇപ്പോൾ NCPക്കുള്ളിൽ കേരളത്തിൽ നടക്കുന്നത്. അതായത് ഔദ്യോഗിക പക്ഷം ആരാണ് എന്നുള്ള തർക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഇതിൻ്റെ ഭാഗമായാണ് N.A. മുഹമ്മദ് കുട്ടി A.K. ശശീന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത്. ഔദ്യോഗിക പക്ഷം തങ്ങളാണ്, അതിനാൽ തന്നെ A.K. ശശീന്ദ്രൻ MLA സ്ഥാനം അടക്കം രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് N.A. മുഹമ്മദ് കുട്ടി ഉന്നയിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് NCP ആസ്ഥാനത്ത് പോയ ശേഷം ആണ് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം ശശീന്ദ്രൻ ഈ രാജി ആവശ്യം തള്ളി എന്നുള്ളതാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവ് വ്യക്തമായി വായിക്കാത്തതാണ് ഈ ആവശ്യത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അതായത് 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമായാണ് അത്തരമൊരു ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നതെന്നാണ് ഈ A.K. ശശീന്ദ്രൻ അടക്കമുള്ള കക്ഷികൾ വാദിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള തർക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഇത് അണികളിലും ഇത് കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ്. അതായത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റും NCP LDFനൊപ്പം ചേർന്നുകൊണ്ട് അധികാര സ്ഥാനങ്ങൾ പങ്കെടുത്ത സാഹചര്യമുണ്ട്. അവിടെ അജിത് പവാർ പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈ ജനപ്രതിനിധികൾ ഇപ്പോൾ ഏത് സാഹചര്യം അല്ലെങ്കിൽ ഏത് നിലപാടെടുക്കണം എന്നുള്ള കാര്യമാണ് അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത്. അങ്ങനെ വലിയൊരു സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് കേരള NCP ഘടകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു.